നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏൻഷ്യൻ ഹിസ്റ്ററിയാണ്. ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ പ്രീ ഹിസ്റ്ററി, ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, അങ്ങനെ 3 ഡിവിഷൻ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് ഹിസ്റ്ററി പഠിക്കാനുള്ള സോഴ്സസ് ഒക്കെ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത് അതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻഷ്യൻ ഹിസ്റ്ററി തുടങ്ങാം. ഏൻഷ്യൻ ഹിസ്റ്ററി നമ്മൾ എന്തിനാ പഠിക്കുന്നത്? നമുക്ക് കുറച്ച് ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഇല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്, പണ്ടത്തെ സൊസൈറ്റി ഒക്കെ എങ്ങനെയായിരുന്നു, പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അതേപോലെ തന്നെ ഇവിടെ വരെ എത്തുന്നതിന് മുമ്പ് ഏതൊക്കെ സ്റ്റേജിൽ കൂടെയാണ് അവർ വന്നത്, പണ്ടത്തെ സൊസൈറ്റി എങ്ങനെ ഇരുന്നിരുന്നത്, അപ്പോഴത്തെ ബിൽഡിങ് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ആൻഷ്യന്റും മിഡീവലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ. ആ രീതിയിലാണ് നമുക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു എല്ലാത്തിനെ പറ്റിയിട്ട് നമുക്കൊരു വേറൊരു ഡിഫറെൻറ്റ് ചിന്താഗതി വരെ വരാൻ തുടങ്ങുന്നത്. നമുക്ക് പണ്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നിരുന്നത്, അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയുടെ മാത്രമല്ല എവല്യൂഷൻ നോക്കുന്നത്, നമ്മൾ ആൾക്കാരും എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്, ആദ്യം എങ്ങനെയായിരുന്നു, അതേപോലെ പണ്ട് അവർ എന്തൊക്കെ പണികളാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള ടെക്നോളജീസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനേക്കാളും വലിയ ടെക്നോളജീസ് പണ്ടത്തെ ആൾക്കാർ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവർ കണ്ടുപിടിച്ചിരുന്നു. അപ്പം അതൊക്കെ ഇപ്പം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഞെട്ടിപ്പോവും. അത്രയും നല്ല ടെക്നോളജീസ് അവർക്ക് ശരിക്കും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരുടെ കുറേ സൊസൈറ്റി പ്ലാനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു വെച്ചാൽ അത്രയും ഡെവലപ്ഡ് കൺട്രീസിൽ പോലും അത്ര നല്ല ഒരു പ്ലാൻഡ് സൊസൈറ്റി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രയും ഒരു ചിന്താഗതിയും അത്രയും ഡെവലപ്ഡ് മൈൻഡ്സ് ആയിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. പിന്നെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റി, നമ്മുടെ ഇന്ത്യയുടെ സൊസൈറ്റി ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഒക്കെ അറിയണ്ടേ. ആദ്യം നമുക്ക് കുറച്ചും കൂടി മുമ്പ് നോക്കുവാണെങ്കിൽ സ്റ്റോൺ ഏജ്, അത് കഴിഞ്ഞ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അപ്പോൾ കുറേ ഡെവലപ്ഡ് പ്ലാൻഡ് സൊസൈറ്റി ഒക്കെ വന്നു. അതിൽ നിന്ന് മെല്ലെ വേദിക് ആൾക്കാരൊക്കെ വന്ന് അങ്ങനത്തെ കുറേ ആര്യൻ കൾച്ചർ വന്നു. അതിനുശേഷം വലിയ മഹാജനപദാസ്, അതായത് കിങ്ഡം സ്റ്റാർട്ട് ചെയ്ത് വലിയൊരു കിങ്ഡം ആയിരുന്നു. പിന്നെ കുറേ കുഞ്ഞു കിങ്ഡമായി. അത് കഴിഞ്ഞ് ബുദ്ധിസം വന്നു, ജൈനിസം വന്നു, ഇസ്ലാം വന്നു, അങ്ങനെ കുറേ റിലീജിയൻ വന്നു. പിന്നെ അവസാനം നമ്മുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് കുറേ സ്റ്റേറ്റ്സ് പോലെ ഉണ്ടാക്കി. അങ്ങനെ വന്ന് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി വരെ എങ്ങനെ എത്തിയെന്ന് മൊത്തം നമ്മൾ സ്റ്റേജായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത് മൊത്തം ഒരു സ്റ്റാറ്റിക് പോർഷനാണ്. അതായത് സ്റ്റോണേജ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 12,000 BC ടു 10,000 BC, 10,000 BC ടു 6,000 BC, അങ്ങനെ ആ ഒരു സമയത്താണ് ഓരോ ഡിഫറെൻറ്റ് കാര്യങ്ങൾ. അതായത് പണ്ട് സ്റ്റോണേജ് ആയിരുന്നു അല്ലേ, പിന്നെ അതിനുശേഷം എന്തായത് ഹാരപ്പൻ സിവിലൈസേഷൻ വന്നു. അപ്പോൾ അതൊക്കെ ഏത് സമയം തൊട്ടാണ് വന്നത്, അതേപോലെ തന്നെ ഇതൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടായിട്ടുണ്ട്, അത് ഏത് സമയത്ത്. അപ്പോൾ അതൊക്കെ സമയം നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്കൊരു കഥ മാത്രമായിട്ട് പഠിക്കാൻ പറ്റത്തില്ല, കാരണം കുറച്ചും കൂടി സ്റ്റാറ്റിക് പോർഷനാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ടൈം വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇത്ര BC തൊട്ട് ഇത്ര BC വരെ, ഇത്ര BC തൊട്ട് ഇത്ര AD വരെ, ഇത്ര AD തൊട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഇത്ര ഇയേഴ്സ് വരെ, അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഓരോ സംഭവങ്ങളൊക്കെ ഓരോ സമയം വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത് മൊത്തം കവർ ചെയ്യുന്നത് ടൈം വെച്ചിട്ടാണ്. പിന്നെ ഈ ഏൻഷ്യൻ ഹിസ്റ്ററിയും അതേപോലെ തന്നെ മിഡീവൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന മൊത്തം ക്ലോസ് അസോസിയേഷൻ ഏത് വെച്ചിട്ടുണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ അത് പഴയ ഇത് വെച്ചിട്ട് തന്നെ തുടങ്ങും. കാരണം കുറേ പണ്ടത്തെ ബ്രോൺസ് സ്റ്റാച്യൂസും അതേപോലെ തന്നെ നമ്മുടെ കുറേ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈൽസ് ഒക്കെ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ നോക്കും അല്ലേ. ഇപ്പോഴത്തെ ഇന്ത്യയിലത്തെ കുറേ മോണ്യുമെന്റ്സ്, നമ്മുടെ താജ്മഹൽ, കുത്തബ് മിനാർ, ഇതൊക്കെ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ പെയിന്റിങ്സ്, പണ്ടത്തെ പെയിന്റിങ്സ് ഒക്കെ പണ്ട് നമ്മുടെ കേവ് പെയിന്റിങ് ഉണ്ടായിരുന്നത് ഭീംപേട്ക എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ മെല്ലെ കേവ് പെയിന്റിങ് മാറി പിന്നെ സാധാ പെയിന്റിങ് നാച്ചുറൽ എലമെന്റ്സ് വെച്ചിട്ട്, അതായത് നമ്മുടെ നേച്ചറിൽ കിട്ടുന്ന കുറേൻ്റെ ഉള്ളിൽ നിന്ന് കളർ, അതായത് ചില പൂക്കൾ, ചില സീഡ്സ്, അതൊക്കെ അടിച്ച് പരത്തി നമ്മൾ കളറാക്കിയിട്ട് ആ സമയത്ത് പെയിന്റ് ചെയ്തിരുന്നു. ആ പെയിന്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അത് ഒരു ഒട്ടും ഡിസ്ട്രോയ് ആവാണ്ട് ആ കളറിലായിരുന്നൊക്കെ പെയിന്റിങ്സ് ഒക്കെ കുറേ കേവിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഞെട്ടും, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇതിപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ആ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ, നമ്മുടെ സ്റ്റാച്യൂസ്, പെയിന്റിങ്സ്, ആർക്കിടെക്ചർ, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ പഠിക്കുന്നത് ഇതൊക്കെ ഓരോ സ്റ്റേജ് വെച്ചിട്ടല്ലേ അല്ലേ, അല്ലാണ്ട് ആർട്ട് ആൻഡ് കൾച്ചർ മൊത്തം ഒറ്റ സമയത്ത് ഒരുമിച്ച് വന്നതല്ല. അപ്പം ആൻഷ്യന്റിൻ്റെ ഓരോ സമയത്ത് ഈ ആർട്ട് ആൻഡ് കൾച്ചറെ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഇപ്പം ഓരോ കിങ്ഡം പഠിക്കുമ്പം അല്ലെങ്കിൽ മൗര്യൻസ് കുറേ ആർക്കിടെക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു,
പിന്നെ അത് കഴിഞ്ഞ് ഗുപ്ത കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. മുഗൾസിനായിരുന്നു ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. മുഗളുടെ ഉള്ളിൽ തന്നെ അക്ബറും അങ്ങനെ ഓരോരുത്തരും അവരുടെ കുറേ സ്പെസിഫിക്കേഷൻസ് കൊണ്ടുവന്ന് ഇപ്പം പില്ലർ ഇൻസ്ക്രിപ്ഷൻസും സ്റ്റൂപ്പാസും ഒക്കെ മെയിനായിട്ട് നമ്മുടെ അക്ബറുടെ സമയത്തൊക്കെ കാണുന്നത്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആണ് ആൻഷ്യന്റ് മീഡിയയിൽ ഫുൾ. ആ ആൻഷ്യന്റ് മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറും ഡെവലപ്പ് ചെയ്ത് ഇല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ അതിൻ്റെ കൂടെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതും ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ച് പോകാൻ പറ്റും. ഇനി നമുക്ക് ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യാസ് ട്രഡീഷണൽ ഹിസ്റ്ററി വാസ് റീറ്റെയിൻഡ് ഇൻ ദ ഫോം ഓഫ് ഹാൻഡ് റിട്ടൺ എപ്പിക്സ് അല്ലേ. ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള എപ്പിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? മഹാഭാരതയും രാമായണയും, അതേപോലെ തന്നെ പുരാണാസ്, പിന്നെ സെമി ബയോഗ്രാഫിക്കൽ വർക്ക്സ്. ഈ രീതി അതായത് എപ്പിക്കും പുരാണാസും ഈ സെമി ബയോഗ്രാഫിക്കൽ വർക്ക്സ് എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷണൽ ഹിസ്റ്ററി കിട്ടിയത് അല്ലേ. നമുക്ക് കുറേ ട്രഡീഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഹിന്ദുക്കളുടെ കുറേ ട്രഡീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കളല്ലാണ്ട് തന്നെ പണ്ട് കുറേ മദർ ഗോഡസ്, നേച്ചർ നമ്മൾ വർഷിപ്പ് ചെയ്തിരുന്നു. അങ്ങനത്തെ കുറേ ട്രഡീഷണൽ ഹിസ്റ്ററി മൊത്തം നമുക്ക് കിട്ടിയത് പണ്ടത്തെ എപ്പിക്സ്, രാമായണ, മഹാഭാരത, അതേപോലെ പുരാണാസ്, പിന്നെ ഇതേപോലെ തന്നെ ഓരോരുത്തരുടെ ബയോഗ്രാഫിക്കൽ വർക്ക്സ് എന്നാണ് നമുക്ക് ട്രഡീഷണൽ ഹിസ്റ്ററി കിട്ടിയത്. പിന്നെ ഈ മോഡേൺ റിസർച്ച്, അത് കഴിഞ്ഞിട്ട് ശരിക്കുള്ളൊരു മോഡേൺ റിസർച്ച് ശരിക്കും നടന്നത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ്. ഒരു മോഡേൺ റിസർച്ച് നമ്മുടെ ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ ഇതിൽ നടന്നത്. അതായത് കുറേ എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതും അതേപോലെ തന്നെ കുറേ സൈറ്റുകളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ കുറച്ചും കൂടി പഠിച്ചതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നോക്കിയത്. ഇപ്പം നമ്മുടെ ഹാരപ്പൻ സൈറ്റൊക്കെ നോക്കുകയാണെങ്കിലല്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഹാരപ്പൻ സൈറ്റ് ശരിക്കും ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാവരും വിചാരിച്ചിരുന്നത് ഇന്ത്യയുടെ ഹിസ്റ്ററി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗംഗ ആ ഒരു ഭാഗത്താണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തതെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഗംഗയുടെ അവിടെ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അത് ആരും നോക്കുന്നുണ്ടെന്ന്, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. കാരണം ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് അത് പഠിക്കാൻ ശ്രമിച്ചപ്പോഴും അവർക്ക് മെയിനായിട്ട് റിലീജിയൻ കണ്ടന്റാണ് അവർ നോക്കുന്നത്. അതായത് അവർക്ക് ക്രിസ്ത്യാനിറ്റി ശരിക്കും പണ്ടൊട്ടേ ഉണ്ടായിരുന്ന റിലീജിയൻ ആയിരുന്നു അവർക്ക് കാണിക്കേണ്ടിയിരുന്നുള്ളൂ. അപ്പം ക്രിസ്ത്യാനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ജെറുസലേം ആ ഒരു ഭാഗമൊക്കെ ആയിരുന്നു അവർ മെയിനായിട്ട്. ഇപ്പം ജീസസ് ഇവിടെ ബെത്ലഹേമിൽ ഉണ്ടായി, അപ്പോൾ ആ ഒരു ഭാഗം നോക്കി അങ്ങനെ ശരിക്കും അത് പണ്ടൊട്ടേ ഉണ്ടായിരുന്നു. അവർക്ക് ആ ഒരു റിലീജിയൻ ശരിക്കും ഉള്ളതാണ്. അപ്പോൾ അത് അവർക്ക് ഒന്ന് തെളിയിക്കണമായിരുന്നു. അപ്പോൾ അവർ ശരിക്കും ആ ഒരു ഭാഗം അതേപോലെ തന്നെ അങ്ങനത്തെ രീതിയിലുള്ള ആ ഒരു സ്ഥലങ്ങൾ മാത്രമാണ് ബ്രിട്ടീഷുകാർ ശരിക്കും എക്സ്കവേറ്റ് ചെയ്തതും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കലൊക്കെ ചെയ്തിരുന്നത്. അവരാരും ഹാരപ്പൻ സൈറ്റിനെ പറ്റി റിസർച്ച് ചെയ്തിരുന്നില്ല. എല്ലാവരുടെ വിചാരം നമ്മുടെ ഗംഗയുടെ അവിടെയാണ് ശരിക്കും, ഗാൻജറ്റിക് പ്ലെയിൻസിൻ്റെ അവിടെയാണ് ശരിക്കും സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നായിരുന്നു. അതിന് മുമ്പേ ഹാരപ്പൻ ഉണ്ടായിരുന്നു. ഹാരപ്പൻ്റെ ഏർലി ഹാരപ്പൻ സൈറ്റ്സ് ഉണ്ടായിരുന്നു, ഹാരപ്പൻ സൈറ്റ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹാരപ്പൻ പിന്നെ അവിടെ മൊത്തം ഇല്ലാണ്ടായതിന് ശേഷമാണ് ഇവിടുത്തെ ആൾക്കാർ ഇല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഗംഗയുടെ അവിടെ ശരിക്കും അല്ലെങ്കിൽ ഗാൻജറ്റിക് പ്ലെയിൻ്റെ അവിടെ ശരിക്കും സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനൊക്കെ കുറേ മുമ്പേ ഇവിടെ ഹാരപ്പൻ സൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഹാരപ്പൻ സൈറ്റ് കണ്ടുപിടിച്ചത്? ശരിക്കും ഹാരപ്പൻ്റെ കുറേ ഒരു സീലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആരും അത് മൈൻഡ് ചെയ്തില്ല. പിന്നെ അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബ്രിട്ടീഷുകാർ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഈ റെയിൽവേ ലൈൻ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലായിടത്തും ബ്രിട്ടീഷുകാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഭയങ്കര സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൈഡിലും റെയിൽവേ ഉണ്ടാക്കുന്ന ആ ലൈനൊക്കെ ഉണ്ടാകുന്ന ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു, ഒരു സ്ഥലത്ത് മാത്രം റെയിൽവേസ് പെട്ടെന്ന് ഉണ്ടായി. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെന്താ ഇവിടെ മാത്രം പെട്ടെന്ന് ഇങ്ങനെ റെയിൽവേ ഉണ്ടായത്, ബാക്കിയുള്ളടത്തൊക്കെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അവിടെ പോയി ചോദിച്ചു എന്താണ് ഇവിടെ റെയിൽവേ ലൈൻ ഇത്ര പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താ പണികളൊക്കെ ഇത്ര സ്പീഡിൽ നടത്തിയിരിക്കുന്നത് അതിനെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മെറ്റീരിയൽസ് കിട്ടാനുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു. അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് എവിടെ മെറ്റീരിയൽസ്, അപ്പോഴാണ് നോക്കിയത് ശരിക്കുള്ള ഹാരപ്പൻ സൈറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ്റെ ആ ഒരു വീടുകളുടെ സ്ട്രക്ചർ മൊത്തം പൊളിച്ച് അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടത്. അവർ വിചാരിച്ച ശരിക്കും അതൊരു റോ മെറ്റീരിയലിൻ്റെ സോഴ്സ് മാത്രമായിട്ടാണ് അവർ കണ്ടത്. പിന്നെയാണ് അവർ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ആ ഒരു ഫുൾ സിറ്റിയാണ് അവരത് ഡിസ്ട്രോയ് ചെയ്ത് അവിടുത്തെ കല്ല് മണ്ണൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടത് റെയിൽവേ ലൈൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ മനസ്സിലാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെയാണ് നമ്മുടെ ഹാരപ്പൻ സൈറ്റ് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അതിനെപ്പറ്റി പഠിക്കാനൊക്കെ തുടങ്ങിയതും. അപ്പം ശരിക്കും പറഞ്ഞത് നമ്മുടെ ബ്രിട്ടീഷുകാർ തൊട്ടാണ് നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മോഡേൺ റിസർച്ച് മൊത്തം അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതും മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ റിലീജിയൻ കണ്ടന്റിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ കുറേ അതായത് 18th സെഞ്ച്വറിക്ക് ശേഷം ഒരുപാട് ശേഷമാണ് നമ്മുടെ ഹാരപ്പൻ സൈറ്റൊക്കെ അവർ ഇവിടെ ഉണ്ടെന്ന് തന്നെ അവർ കണ്ടുപിടിച്ചതൊക്കെ.
ഓക്കെ. അതിനുശേഷം ശരിക്കും ഇപ്പോഴും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പം എന്തുണ്ടായത്, ഹാരപ്പൻ സൈറ്റും മോഹൻജിദാരും ഒക്കെ പാകിസ്ഥാനിലേക്ക് പാർട്ടീഷന് ശേഷം പോയി. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. അല്ലാണ്ട് നമ്മുടെ ഇവിടെ ഗുജറാത്തിൻ്റെ ഭാഗത്തൊക്കെ ധോലാവിര, ലോത്തൽ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിച്ച് തീർന്നിട്ടില്ല. ഹാരപ്പൻ്റെ കുറേ സ്ക്രിപ്റ്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴും ഡെഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പോഴൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതെങ്ങനെ വായിക്കുക, അതായത് ആൽഫബറ്റിക്കൽ ഓർഡർ അല്ല, ഒരു രീതിയിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചില സയൻസ് ഒക്കെ നമ്മൾ നോക്കുന്നത് ഇപ്പം ഇങ്ങനെയൊക്കെ സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേർഡിൽ ഇത് ഈ ഒരു വേർഡ് ആണെങ്കിൽ അപ്പോൾ ഇത് ആ ഒരു വേർഡ് സെയിം വേർഡ് തന്നെയായിരിക്കും ഇവിടെ ആ ഒരു വേർഡിലുണ്ടെങ്കിൽ. നമ്മൾ അങ്ങനെയല്ല ചിലതൊക്കെ നമ്മൾ ഡെഫർ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എന്ന് വെച്ചാൽ ഒരേ വേർഡ് അവർ കുറേ രീതിയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിക്ടോറൽ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ പിക്ചേഴ്സ് നമ്മുടെ ബോട്ടിൽ ആള് കയറി അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു രീതിയിൽ അത് ഡെഫർ ചെയ്യാൻ ഇതുവരെ ഡെഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും ഇപ്പോഴും അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ അത് അത്രയും നമ്മളിങ്ങനെ കുറച്ചും കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി EIC എന്ന് പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി. ഓക്കെ, അവർ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഗവൺ ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പം അവർ ഗവൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി അവരവരുടെ ഇഷ്ടത്തിന് ഗവൺ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ 1857 റിവോൾട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് റിവോൾട്ട് ഉണ്ടാകാനുള്ള മെയിൻ കാരണം തന്നെ ഇവർ റിലീജിയൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടപെട്ടു എന്നുള്ളതാണ്. കാരണം ഇന്ത്യൻസിന് നമ്മുടെ റിലീജിയൻ, നമ്മുടെ കസ്റ്റംസൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചു വെക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ഫോറിനേഴ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇത് ചെയ്യരുത്, നമ്മുടെ അടുത്ത് ഇത് ചെയ്യരുത്. കാരണം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയണം അമ്പലത്തിൽ പോരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് പ്രശ്നം. അമ്പലത്തിൽ പോരുന്നത്, ചർച്ചയിൽ പോരുന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമാവത്തില്ല. കാരണം അതൊക്കെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കസ്റ്റമർ ട്രഡീഷനാണ്. ഇതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഫോറിനേഴ്സ് വന്നിട്ട് ഇവരടുത്ത് പറഞ്ഞു സതി ചെയ്യരുത്, അതേപോലെ തന്നെ വിഡോ റീമാരേജ് നടത്തണം, സതി ചെയ്യരുത്, ഇങ്ങനെയൊക്കെ അവർ പെട്ടെന്ന് കൊണ്ടുവന്നുകൊണ്ടാണ്. പക്ഷെ പെട്ടെന്ന് 1857 എന്ന് പറഞ്ഞാൽ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്ത്. 1857 റിവോൾട്ടിന് ഇത് മാത്രമായിരുന്നില്ല കാരണങ്ങൾ, കുറേ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ ഒരു ലോക്കൽ കസ്റ്റംസിൽ കയറി ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തിനാ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഇവർ ലോക്കൽ കസ്റ്റംസിനൊക്കെ മനസ്സിലാക്കി, അവർ അതേപോലെ തന്നെ അവരുടെ പ്രാക്ടീസസ് ഒക്കെ മനസ്സിലാക്കി അവരെ ഗവൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് നേരെ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ഇതൊക്കെ മാറ്റി ഇതൊന്നും ശരിയാവത്തില്ല എന്നൊന്നും പറയാൻ ഇടപെടാൻ പോവില്ല. കാരണം ഇന്ത്യൻസ് അങ്ങനെ സമ്മതിക്കുന്ന ആൾക്കാരല്ല. കാരണം അവർക്ക് അവരുടെ കസ്റ്റംസാണ് വലുത്. അപ്പം അവരതിന് ശേഷം വിചാരിച്ചു ഇനി അതൊക്കെ നോക്കി മനസ്സിലാക്കി ആ ഒരു രീതിയിൽ അവരെ ഗവേൺ ചെയ്യണം എന്നങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഹിസ്റ്റോറിക്കൽ ഇതിലേക്ക് മനസ്സിലാക്കണം എന്ന് അവർ വിചാരിച്ചതും അതിനെപ്പറ്റി കുറേ സ്റ്റഡി ചെയ്തതും. പിന്നെ ബാക്കി അതിനൊക്കെ മുമ്പത്തെ കാര്യങ്ങളും ട്രഡീഷണൽ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എപ്പിക്സ് ഉണ്ട്, പുരാണാസ് ഉണ്ട്, സെമി ബയോഗ്രഫിക്കൽ വർക്ക്സ് ഉണ്ട്. അതിനും അപ്പുറം കുറേ ഇൻസ്ക്രിപ്ഷൻസും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ സ്റ്റൂപ്പാസ് ഉണ്ട്. ഇതൊക്കെ ശരിക്കും അശോകയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് കുറേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഫോറിനേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് ഫോറിനേഴ്സ് വരും, അതേപോലെ തന്നെ കുറേ സ്ഥലത്തുനിന്ന് ഇവിടെ വന്നിട്ട് ഫോറിനേഴ്സ് വന്നിട്ട് അവർ ഇവിടെ മൊത്തം കറങ്ങി ട്രാവൽ ചെയ്യുമ്പം അവർ കുറേ എഴുതിയ ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അവരുടെ കാഴ്ചപ്പാട് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ പേരിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ കിട്ടും. അതേപോലെ തന്നെ സോഴ്സസ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും.